അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡബിൾ ചിന്ന് പോവാൻ, ഇവിടുത്തെ ഫാറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞു തരാന്ന് കേട്ടാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ എന്റെ പേര് മനീഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം ഞാൻ വർക്കൗട്ടുകൾ പറഞ്ഞു തരട്ടെ, അതിനുശേഷം നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഫസ്റ്റത്തെ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇത് നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ ഞാൻ പറയാട്ടോ. ഇത് ഒരു വർക്കൗട്ട്. അടുത്തത് വന്നിട്ട് ഇത്. നെക്സ്റ്റ് വന്നിട്ട് മൂന്നാമത്തെ. നാലാമത്തെ വന്നിട്ട് ഇത്. ഇനി അഞ്ചാമത്തെ വന്നിട്ട് ആറാമത്തെ വന്നിട്ട് ഇത്. ഏഴാമത്തെ വന്നിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഡബിൾ ചിൻ മാറാൻ ഇവിടുത്തെ ഫാറ്റ് കുറയാൻ വേണ്ടിട്ട് ചെയ്ത എക്സസൈസുകൾ. അതില് ഇവിടുത്തെ ഫാറ്റ് ഉണ്ട്, ഈ നെക്കിലത്തെ ഫാറ്റ് നമുക്ക് വണ്ണം കുറയണതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് കുറയുന്ന എനിക്ക് തോന്നണേ. നമ്മുടെ ഒരാള് മെലിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മാറ്റം വരെ അവരുടെ ഈ ഏരിയയിലാ തോന്നുന്നു. പക്ഷെ ഡബിൾ ചിൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്ത് തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്യാം. പിന്നെ ഇതൊക്കെ എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യാം. പിന്നെ ഇന്ന സമയം ഒന്നുമില്ല. നമുക്ക് ഫ്രീ ടൈം എപ്പോഴാണ് കിട്ടണം അപ്പം ചെയ്യാം. ഞാൻ മോളെ ഫീഡ് ചെയ്യാതിരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഏതെങ്കിലും ഒരു ടൈമിൽ, റെസ്റ്റ് എടുക്കല്ല, നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കുന്ന ഒരു ടൈം വരികയാണെങ്കിൽ അപ്പം ചെയ്യും. ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോഴല്ലേ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ ടൈമിലൊക്കെയാണ് കേട്ടോ കൂടുതൽ ചെയ്യുക. ഇനി ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്നതല്ലേ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ഇരുന്നിട്ട് ചെയ്യും. പിന്നെ കാലത്ത് ഉച്ചയ്ക്ക് അങ്ങനെ ഒന്നുമില്ല, 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും ഇല്ലല്ലോ. നമുക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടും അപ്പോഴൊക്കെ ചെയ്യാം കേട്ടോ. അത് ചെയ്യണോണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ ടയേർഡൊന്നും ആവാത്ത കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകളെ പറ്റി, കഴിക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇതിലൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഡയറ്റിങ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായി വെള്ളം കുടിക്കുക. എപ്പോഴും വെള്ളം കുടിക്കുക. ദാഹിക്കുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അതുകൂടാണ്ട് നമ്മൾ ഉറങ്ങണേനും എണീക്കുന്നതിനൊക്കെ കറക്റ്റായിട്ടൊരു ടൈമിങ് വെക്കുക. ഇപ്പൊ വർക്കൗട്ട് ചെയ്യാനായാലും പറ്റുന്നത് എല്ലാ ദിവസവും ഒരേ ടൈമിൽ ചെയ്യാൻ നോക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാലത്ത് ഉച്ചയ്ക്കാണോ ഉച്ചയ്ക്ക്. ഇപ്പൊ കാലത്ത് തന്നെ ചെയ്യാൻ എല്ലാവർക്കും ഒഴിവില്ലെങ്കിൽ നമ്മൾ വൈകിട്ടാ ചെയ്യണമെന്ന് വെച്ചാൽ എന്നും വൈകിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ ചെയ്യാം. കാലത്ത് ചെയ്യണം കാലത്ത്, ഉച്ചയ്ക്ക് ചെയ്യണം ഉച്ചയ്ക്ക്, അങ്ങനെ. അതുപോലെ പരമാവധി നേരത്തെ ഉറങ്ങാൻ നോക്കുക. അതും എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഉറങ്ങാൻ നോക്കുക. പിന്നെ ലഞ്ച് കഴിക്കേണ്ടതായാലും ഡിന്നർ കഴിക്കേണ്ടതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതായാലും എല്ലാം ഏകദേശം ഒരേ ടൈമിൽ. എപ്പോഴും നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആകുമ്പോൾ എന്തായാലും ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളത്തെ ദിവസം. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം പരമാവധി എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഇങ്ങനെ നേരത്തെ കഴിക്കാൻ നോക്കുക. വല്ലാണ്ട് ലേറ്റ് ആവാതെ, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ലേറ്റ് ആവാണ്ട് എത്രയും പെട്ടെന്ന് കഴിക്കാൻ നോക്കുക. എല്ലാത്തിനും ഒരു കറക്റ്റ്
ഓർഡർ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ടൈം കിട്ടുള്ളൂ. ഇപ്പൊ കാലത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എന്നും അത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ ഒരു ടൈം ടേബിളിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെയാണ് ചെയ്ത് ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ കറക്റ്റ് പ്ലാൻ ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ന ടൈമിൽ ചെയ്യാന്നുള്ളതൊക്കെ കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടാക്കി. എന്നും ആ ഓർഡർ പോലെ പോകുന്നു ഞാൻ പറയില്ല കേട്ടോ. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് പിള്ളേരുടെ കാര്യമാണല്ലോ. കൊച്ചുകുട്ടിയാണ്, അവള് ചെറുത്, മൂത്താള് സ്കൂളിലേക്ക് പോകണം. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ഒരു ദിവസം പോവാ. പക്ഷെ എന്തായാലും നമ്മൾ എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിക്കണമല്ലോ. അതിനൊരു സമയം നമ്മൾ കണ്ടെത്തണ്ടേ. ആ കണ്ടെത്തുന്ന സമയം പരമാവധി ഒരേ ടൈം ആക്കാൻ നോക്കുക എന്നും. ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. പക്ഷെ അപ്പൊ നമ്മൾ നമുക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഈ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും. അതിനൊക്കെ കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടായിട്ടിരുന്നാൽ തന്നെ നമുക്ക് എന്നും ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ചിൻ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ കേട്ടാ. ഞാൻ ഇനി വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അത്ര വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ഡയറ്റും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒന്ന് വെയിറ്റ് കൂടി വണ്ണം വെച്ചെന്ന് തോന്നുമ്പോ 1-2 ദിവസം ഡയറ്റ് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഡയറ്റും വർക്കൗട്ടും ചെയ്തിരുന്ന സമയത്ത് എന്റെ ഡേയ്സ് എങ്ങനെയായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നതാണല്ലോ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ എനിക്കും ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ അങ്ങനെ ഈ ഡയറ്റും വർക്കൗട്ടൊക്കെ കാണിക്കുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ എന്റെ ഒരു ഡേയില് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? പിന്നെ ഈ ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ സ്കിന്നിന് എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്ന് ഞാൻ പുറത്തേക്ക് പോയപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ സമയത്തൊക്കെ എന്റെ സ്കിന്ന് കുറച്ചും ഇതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഷുഗർ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ. പക്ഷെ ഈ ഡയറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കറക്റ്റ് ആയിട്ട് നല്ലപോലെ കഴിച്ചിരുന്നു. പിന്നെ വെള്ളം നന്നായി കുടിച്ചിരുന്ന കാരണം കൊണ്ട് എന്റെ സ്കിന്നൊക്കെ ആ സമയത്ത് കുറച്ചും കൂടി ഗ്ലോ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വീണ്ടും ഷുഗറൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ ആ ഡയറ്റില്ലേ, ആ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസിനും സ്കിന്നിനും ഒന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടാ. ഫേസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആവുന്നല്ലാതെ എന്തായാലും പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഹെയർ ലോസും എനിക്ക് ഉണ്ടായിട്ടില്ല. ഡയറ്റും വർക്കൗട്ടും ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഹെയർ ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഉറപ്പ് പറയാണ്. പിന്നെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഡയറ്റും വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയാലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ വെയിറ്റ് ഒന്ന് സ്റ്റക്ക് ആവും, വെയിറ്റ് ഫ്രീസ് ആവും. പിന്നെ അവിടെ നിന്ന് കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. ഞാൻ ഈ ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുന്നേ കണ്ടിരുന്നു കേട്ടോ വീഡിയോയില്. അപ്പൊ ആ സമയത്ത് ഞാൻ അതൊന്നും വലിയ കാര്യമാക്കില്ല. അങ്ങനെ വരുമ്പോഴല്ല, അത് അപ്പൊ നോക്കാം, എന്തായാലും ഉള്ള വെയിറ്റ് ഒന്ന് കുറക്കട്ടെ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ഞാനും ഒരു സ്റ്റേജ് എത്തിയപ്പോ അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അത് അപ്പൊ നമ്മള് വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ പെട്ടെന്ന് ഒരു ദിവസം വെയിറ്റ് ലോസ് അവിടെ ഫ്രീസ് ആയിട്ട് പിന്നെ 2-3 ദിവസത്തേക്ക് എന്ത് ചെയ്തിട്ടും വെയിറ്റിൽ നിന്ന് ഒരു മാറ്റം വരാണ്ടായപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. വിഷമവും ദേഷ്യവും ഒക്കെ വന്നിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയൊക്കെ വെയിറ്റ് കുറച്ചിട്ട് ഇവിടെ നിന്ന് എന്താ എന്റെ വെയിറ്റ് കുറയാത്തതെന്ന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഈ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നമുക്ക് എന്തായാലും അങ്ങനെ ഒരു സ്റ്റേജ് അത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ ഞാൻ ചെയ്തതെന്നും ഞാൻ എന്റേതായ രീതിയിലുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അതിൽ നിന്നും പിന്നെയും കുറഞ്ഞു വന്നത്. അപ്പൊ അതൊക്കെ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടെ. ഉറപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. കാരണം ആര് വെയിറ്റ് ലോസ് ചെയ്യാനായാലും എന്തായാലും ഇങ്ങനൊരു ഇത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ആ സമയത്ത് അറിയുള്ളൂ അതിന്റെ ടെൻഷനും വിഷമൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിനെ പറ്റി സംസാരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.